പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും. അതിനകത്തേക്ക് നല്ലപോലെ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിക്കും. ശർക്കരപ്പാനിയും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം. ഫുൾ മാങ്ങ 2 മാങ്ങ ഇട്ടാൽ മതി. കുറച്ച് ഒരു ചെറിയ ഫാമിലിക്ക് 2-3 മാങ്ങ മതി. അതും ചന്ദ്രക്കാര മാങ്ങ ഏറ്റവും നല്ല കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞു കൂട്ടുന്നതില്ലേ, അങ്ങനത്തെ ചന്ദ്രക്കാര കൊച്ചു മാങ്ങയല്ലേ, അത് 3-4 ഇട്ടാലും ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൽ ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പം അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പൊ ആ നെയ്യിന്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും, ഈ മാങ്ങയിലോട്ട്. അത് അറിയരുത്, അതെ, സ്പെഷ്യൽ പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, 4 മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ, കുറച്ച് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും മാത്രം. ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത്, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു കോമ്പിനേഷൻ. ഇത് നന്നായിട്ട് അരയ്ക്കുക. കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കണം. അല്ലാന്ന് വെച്ചാൽ മിക്സിയിൽ അരയ്ക്കും. നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. മഞ്ഞൾപ്പൊടി, മുളക്, തൈര് മറക്കരുത്. വേണം. പുളിയുള്ള തൈര് വേണേ. പുളിയുള്ള തൈരും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ മാമ്പഴത്തിൻ്റെ ഈ കുറുക്കി വെച്ചിട്ടില്ല അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക്, മുളക്, ഉലുവ നെയ്യിൽ തന്നെ വറക്കണം. വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത്. വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത സാധാരണ പുളിശ്ശേരിയായി പോവും. ഇവിടെ അങ്ങനെ ഒഴിച്ചാൽ അവിടെ എത്തണം, അങ്ങനെയൊന്നും അല്ല പുളിശ്ശേരി വേണ്ടത്. നല്ല കുറുക്കുകാളം പോലെ ഇരിക്കണം, കുറുകിയ പോലെ ഇരിക്കും. ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ, അന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്ക് പോലെ ആക്കരുത്, ഒത്തിരി ലൂസായിട്ട്. അതാണ് ശരിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി. അവസാനം ആർക്കും വേണ്ടാത്ത കരിവേപ്പില.